അതേസമയം കരൂർ ദുരന്തത്തിൽ നടൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എഫ്ഐആർ. വിജയ് മനഃപൂർവ്വം വൈകി, റോഡിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം അവഗണിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് എഫ്ഐആറിൽ ഉള്ളത്. അതേസമയം തമിഴക വെട്രി കഴകത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ രംഗത്ത് വന്നിട്ടുണ്ട്. വിജയ് പ്രസംഗിക്കുന്ന സമയം വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് ടിവിക്ക് കത്ത് നൽകിയിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. മിഥുൻ തന്നെയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മിഥുൻ, ഇതിലിപ്പോൾ ഏറ്റവും പുതുതായുള്ളത് വിജയ്ക്ക് എതിരായ എഫ്ഐആർ എന്ന് തന്നെ പറയാം. ഗുരുതരമായ ആരോപണങ്ങൾ, അതായത് ബോധപൂർവം വേദിയിലേക്ക് എത്താൻ വൈകി, അങ്ങനെ കൂടുതൽ ആളുകളെ എത്തിക്കുന്നു, റോട്ടിൽ ഇറങ്ങരുത് എന്ന് പോലീസ് തന്നെ നിർദ്ദേശിച്ചിരുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അറിയിപ്പുകളെല്ലാം ലംഘിച്ചു എന്നുള്ളതാണല്ലോ. എത്രത്തോളം വലിയ ആരോപണങ്ങളാണ് ഈ എഫ്ഐആറിലുള്ളത്? അഭിലാഷ്, എഫ്ഐആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് 4 മണിക്കൂർ വിജയ് മനഃപൂർവ്വം വൈകിച്ചു എന്നാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അനുമതി നൽകിയത് 10,000 പേർക്കാണ്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് 25,000-ൽ മുകളിൽ ആളുകളാണ്. അതായത് ഒരു പ്രാഥമിക കണക്കുകൾ മാത്രമാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഒരു തരത്തിലുമുള്ള നിബന്ധനകൾ പാലിച്ചിട്ടില്ല. ഇതാണ് ആളുകൾ കൂടാൻ കാരണമായത്. മണിക്കൂറുകൾ കാത്തിരുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. മറ്റൊന്ന്, ഈ ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങളോ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 11 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. സംഘാടകർക്ക് പലതവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയാണ് ഇത്തരത്തിൽ വൈകിപ്പിക്കരുത്, അതായത് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പരിപാടി തുടങ്ങണമെന്നുള്ള നിർദ്ദേശം പലതവണ പോലീസ് നൽകിയതായിട്ടാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്നും തന്നെ സംഘാടകർ കേൾക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എഫ്ഐആർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രവർത്തകർ പിന്നീട് ചെറിയ ഷെഡുകളിലും ഒപ്പം തന്നെ മരങ്ങളിലുമൊക്കെ കയറിയിരിക്കുകയും ചെയ്തു. പിന്നീട് ഇത് പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അത് ഈ താഴെ നിന്നവരുടെ മുകളിലേക്കാണ് പതിക്കുകയും ചെയ്തത്. അതാണ് ഈ ഒരു ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ചില വിമർശനങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളുമാണ് എഫ്ഐആർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, അല്പസമയത്തിന് മുമ്പ് അഭിലാഷ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 25 പേർ മരിച്ചത് ശ്വാസം എടുക്കാനാകാതെയാണ്. 10 പേരുടെ മരണം വാരിയലുകൾ തകർന്നിട്ടാണ്. മരിച്ച 9 കുട്ടികളുടെയും കഴുത്തിലെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്. പിന്നൊന്ന് പറയുന്നത്, മരിച്ചവരിൽ ഭൂരിഭാഗം പേരുടെ ആന്തരിക അവയവങ്ങൾ തകർന്നിട്ടുണ്ട്. പലർക്കും 3 മിനിറ്റ് നേരം വരെ ശ്വാസം എടുക്കാനായിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ വിജയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. നാളെ താരത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനിടെ അന്വേഷണവും തുടരുന്നു. അതാണ്, അന്വേഷണം തുടരുന്നു. ഒപ്പം വിജയുടെ പ്രതികരണം ഇനിയും വരേണ്ടതുണ്ട്.